സിഡ്നിയിലെ ബോണ്ടെ ബീച്ചിൽ നടന്ന ഭീകരാക്രമണം പ്രധാനമായും ജൂത സമൂഹത്തെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ജൂതമത വിശ്വാസികളുടെ ആഘോഷമായ ഹനൂക്ക നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തോക്കുധാരികൾ ബീച്ചിലെ ആഘോഷ സ്ഥലത്തേക്ക് ഇരച്ചുകയറി വെടിയുതിർത്തത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇതിനെ ജൂത വിരുദ്ധ ഭീകരാക്രമണം എന്നാണ് വിശേഷിപ്പിച്ചത്. അതേസമയം സിഡ്നിയിലെ ബോണ്ടെ ബീച്ചിൽ നടന്ന ഭീകരാക്രമണത്തിന് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുണ്ടോ എന്ന കാര്യം ഓസ്ട്രേലിയൻ ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ASIO വിശദമായി അന്വേഷിച്ചു വരികയാണ്. 6 വർഷം മുൻപ് ISന്റെ സിഡ്നി സെല്ലുമായി ആക്രമികളിൽ ഒരാൾ ബന്ധപ്പെടുകയുണ്ടായോ എന്നതടക്കമുള്ള വിവരങ്ങളാണ് പരിശോധിക്കുന്നത്. എന്നാൽ ആക്രമണത്തിൽ മൂന്നാമതൊരു വ്യക്തിയും പങ്കെടുത്തിട്ടുണ്ടോ എന്ന സംശയത്തിനും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിന്റെ പശ്ചാത്തലവും ലക്ഷ്യവും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുകയാണ് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സംഭവം ഭീകരാക്രമണമാണ് എന്ന് ഔദ്യോഗികമായി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അക്രമികളുടെ ലക്ഷ്യവും പ്രേരണയും സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ്. ബീച്ചിന് സമീപം പാർക്ക് ചെയ്തിരുന്ന അക്രമികളുടെ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. ജൂതരുടെ പ്രധാന ആഘോഷങ്ങളിൽ ഒന്നായ ഹനൂക്ക ആരംഭിച്ച ആദ്യ ദിനത്തിലാണ് ആക്രമണം നടന്നത്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:17 വെടിവയ്പുണ്ടായി. ഹനൂക്ക ആഘോഷങ്ങളുടെ തുടക്കമായതിനാൽ ബോണ്ടി ബീച്ചിൽ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയിരുന്നു. ഇവരെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത്. സംഭവത്തിൽ 29 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇസ്രായേൽ പൗരനാണ് എന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബീച്ചിനടുത്തുള്ള നടപ്പാലത്തിൽ കറുത്ത വസ്ത്രം ധരിച്ച 2 തോക്കുധാരികൾ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ സംപ്രേഷണം ചെയ്തു. അതേ ദൃശ്യങ്ങളിൽ ഒരാൾ അതീവ ധൈര്യത്തോടെ തോക്കുധാരികളെ നേരിട്ട് നിരായുധരാക്കുന്നതും കാണാം. ബോണ്ടി ബീച്ചിലെ ആക്രമണം അത്യന്തം ഞെട്ടിക്കുന്നതും അസ്വസ്ഥതയുളവാക്കുന്നതുമാണ് എന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രതികരിച്ചു. ജൂത സമൂഹം കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ സുരക്ഷ ശക്തമാക്കിയതായും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഹനൂക്ക? ഹനൂക്കയുടെ ആദ്യ ദിവസം ആഘോഷിക്കുന്നതിനിടയിലാണ് ബോണ്ടി ബീച്ചിൽ ആക്രമണം നടന്നത്. ഹനൂക്ക ജൂതരുടെ വെളിച്ചത്തിന്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഒരു ആഘോഷമാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് തങ്ങളുടെ മതം സ്വതന്ത്രമായി ആചരിക്കാനുള്ള അവകാശത്തിനായി ഗ്രീക്കുകാർക്കെതിരെ ജൂതന്മാർ നേടിയ വിജയത്തിന്റെ സ്മരണയിലാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. 8 ദിവസത്തെ ആഘോഷത്തിൽ വിളക്കുകൾ തെളിയിക്കുകയും ഗാനങ്ങളും പ്രാർത്ഥനകളും നടത്തുകയും കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഡിസ്നിയിൽ പഴക്കച്ചവടം നടത്തുന്ന അഹമ്മദ് അൽ അഹമ്മദാണ് അക്രമിയെ വെറും കൈയോടെ നേരിട്ടത്. 43 വയസ്സുള്ള അഹമ്മദിന് ആക്രമണത്തിനിടെ 2 തവണ വെടിയേറ്റു. അദ്ദേഹം നിലവിൽ ഡിസ്നിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അക്രമി വെടിയുതിർക്കുമ്പോൾ ആയുധമില്ലാത്ത ഒരാൾ ധൈര്യത്തോടെ തോക്കുധാരിയെ നേരിടുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. പിന്നാലെ ആ വ്യക്തി അഹമ്മദ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. കാറുകളുടെ മറവിൽ നിന്ന ശേഷം അക്രമിയിലേക്ക് ഓടിയെത്തിയ അഹമ്മദ് അയാളുടെ കഴുത്തിൽ പിടിച്ച് തള്ളിയിടുകയും തോക്ക് പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ആ ആയുധം ഉപയോഗിച്ച അക്രമിയെ നിയന്ത്രണത്തിലാക്കി. അഹമ്മദിന്റെ സമയോചിതവും ധീരവുമായ ഇടപെടലാണ് അക്രമികളിൽ ഒരാളെ നിരായുധരാക്കാനും കൂടുതൽ വലിയ ദുരന്തം ഒഴിവാക്കാനും കാരണമായത് എന്ന് പോലീസ് പറയുന്നു. ഡിസ്നി വെടിവയ്പിലെ ഹീറോ എന്ന നിലയിൽ അഹമ്മദിന് സമൂഹ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ പ്രശംസ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ളവർ അഹമ്മദ് അൽ അഹമ്മദിനെ അഭിനന്ദിച്ചു. അതേസമയം പ്രധാന പ്രതികളിൽ ഒരാളായ സാജിദ് അക്രമിന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ ഭാര്യ തയ്യാറാകാത്തതിനെ തുടർന്ന് മൃതദേഹം സർക്കാർ തന്നെ സംസ്കരിക്കേണ്ടി വരുമെന്ന് ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിസംബർ 14-നാണ് 50 വയസ്സുള്ള സാജിദ് അക്രമും 24 വയസ്സുള്ള മകൻ നവീദ് അക്രമും ബോണ്ടെ ബീച്ചിൽ വെടിവയ്പ് നടത്തിയത്. സംഭവത്തിൽ 16 പേർ കൊല്ലപ്പെട്ടു. പോലീസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ സാജിദ് അക്രം കൊല്ലപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ നവീദ് അക്രം കോമയിലാവുകയും ചെയ്തു. അടുത്തിടെയാണ് നവീദ് കോമയിൽ നിന്നും ബോധം വീണ്ടെടുത്തത്. ഇയാൾക്കെതിരെ നിലവിൽ 59 കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൂട്ടക്കൊലയ്ക്ക് മുൻപ് ജെർവീസ് ബേയിലേക്ക് വാരാന്ത്യ യാത്ര പോകുന്നു എന്നാണ് അച്ഛനും മകനും കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിന് മുൻപുള്ള 6 മാസക്കാലം സാജിദ് അക്രം വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നവംബർ 1 മുതൽ 28 വരെ സാജിദ് അക്രം ഫിലിപ്പീൻസിലെ ദാവോ നഗരത്തിലുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള മേഖലകളിൽ ഒന്നാണ് ദാവൂദ് നഗരം. ഇവിടെ വെച്ച് ഇയാൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. ഇതേ കാലയളവിൽ ഡിസ്നിയിൽ നിന്നുള്ള മറ്റു 2 പേരും ആ പ്രദേശത്തുണ്ടായിരുന്നുവെന്ന് ഇവരെക്കുറിച്ചുള്ള അന്വേഷണം തുടരുകയാണ് എന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ആക്രമണത്തിന് ഉപയോഗിച്ച ഉയർന്ന ശേഷിയുള്ള ആയുധങ്ങൾ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്.